ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ വിനീത് ഒരു വണ്ടിയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് ഗംഗയെ വിളിക്കുക. അപ്പോൾ ഗംഗ താഴേക്ക് ഇറങ്ങി വരികയാണ്. എങ്ങനെയുണ്ട് ഗംഗ, ഈ വണ്ടി തനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഗംഗ ഇതെന്താ എന്നുള്ള രീതിയിൽ ആ വണ്ടിയിലേക്ക് തന്നെ നോക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി വണ്ടിയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ബേബി ചേട്ടനും ഉണ്ട്, അപ്പോൾ സലിമിക്കും ഉണ്ട്. ദേ ഈ വണ്ടി ഒപ്പിക്കാൻ നമ്മളെ സഹായിച്ചതേ ഈ ബേബി ചേട്ടനാ. അടിപൊളി പുതിയ വണ്ടിയെ മോളെ എന്ന് അപ്പോൾ ബേബി ചേട്ടനും പറയും. 1897 ഇതിൻ്റെ ഉടമസ്ഥൻ ഇത് മേടിക്കുമ്പം പുത്തൻ വണ്ടിയാ, ഒരു പോലീസുകാരൻ്റെ വണ്ടിയാ ഇത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കാനും കാര്യങ്ങൾ നടത്താനും ഒക്കെ പോലീസ് വണ്ടിയുണ്ട്. അതുകൊണ്ടാണ് ഈ വണ്ടി തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് എന്നൊക്കെ പറയാൻ കേട്ടോ. പെട്ടെന്ന് ഗംഗയാണെങ്കിൽ ഒത്തിരി അതിനെപ്പറ്റി ആലോചിക്കുക. വിനീത് തന്നോടിപ്പോൾ പറയാണ്, എൻ്റെ ഗംഗയ്ക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എത്ര കാശായാലും വില ഇച്ചിരി കൂടുതലാണേലും വണ്ടി ഇച്ചിരി പഴയതാണേലും ഞാനിത് തന്നെ ഉറപ്പായിട്ടും ഗംഗയ്ക്ക് വേണ്ടി മേടിക്കുമെന്നും എന്നിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗംഗ താനിതിൽ കയറ് എന്നും പറഞ്ഞ് മുന്നിൽ ഗംഗയെ പിടിച്ചിരുത്തി വിനീതും ഗംഗയും കൂടി യാത്ര തിരിക്കുന്നതും അവർ രണ്ടുപേരും പ്രണയത്തോടെ സംസാരിക്കുന്നതും ഒക്കെ ഗംഗയുടെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പം ഗംഗയെ പെട്ടെന്ന് വിനീത് വിളിക്കുക. ഗംഗെ, താനിത് എവിടെയാ എന്ന് ചോദിക്കുക. എന്താ വിനീതേട്ടാ എന്നപ്പോൾ ഗംഗ ചോദിക്കും. അല്ലടോ, ഈ വണ്ടി തനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ വിനീത് ഇപ്പം തന്നെ ഈ വണ്ടി മേടിക്കാൻ സമ്മതിക്കും എന്നുള്ള രീതിയിൽ ഗംഗ പറയും. തീർച്ചയായിട്ടും ഗംഗയുടെ കണ്ണിൽ തന്നെ ഉണ്ട് ഈ വണ്ടിയോടുള്ള പ്രണയം. എങ്കിൽ പിന്നെ നമുക്ക് ഈ വണ്ടി തന്നെ സെലക്ട് ചെയ്യാം, ഇത് തന്നെ പോകാം എന്ന് പറയണം. അപ്പം സലിമൊക്കെ പറയും, എടാ നീ ഇത് ഈ വണ്ടി മേടിച്ചോടാ എന്ന് വന്ന് ചോദിക്കാം. മേടിക്കാനോ എന്നപ്പം വിനീത് ആലോചിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ഗംഗയും ഇതെന്ത് പറ്റി എന്നുള്ള രീതിയിൽ വിനീതിനെ നോക്കുക. ബേബി ചേട്ടൻ പറയും, മേടിച്ചതല്ലടാ, റെന്റിന്, ഒരു ദിവസത്തേക്ക് റെന്റിന് എടുത്തതാ എന്ന് പറയും. അത് കേൾക്കുന്ന ഗംഗയ്ക്ക് ആകെ സങ്കടമാവുക. താൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ട് അതൊക്കെ വെറുതെ ആയി പോയിന്ന് ഗംഗയ്ക്ക് മനസ്സിലാകുകയാണ്. റെന്റിനെടുത്തതായിരുന്നു, അതിനാണോ നീ ഇത്ര ബിൽഡപ്പ് ഇട്ടത് എന്ന് സലിമിക്ക ചോദിക്കുക. എൻ്റെ പൊന്ന് സലിമിക്ക, പെട്രോളിൻ്റെ വില കയറുന്ന കയറ്റം കണ്ടില്ലേ, ഒരു ബൈക്കുള്ളത് ഉന്തിക്കൊണ്ട് നടക്കാൻ തന്നെ ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. അപ്പോഴാ ഒരു കാറും കൂടി, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഇതിപ്പം ഈ ബേബി ചേട്ടൻ പറഞ്ഞിട്ടാ. ബേബി ചേട്ടൻ പറഞ്ഞു ഗംഗയായിട്ട് തിരുവനന്തപുരത്തിന് പോകുമ്പം ബസ്സിലൊന്നും പോകരുത്, ഒരു കാറ് തന്നെ സെറ്റാക്കി അതിൽ കയറി പോകണമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ റെഡിയാക്കിയത് എന്ന് പറയാം. അപ്പോൾ ഗംഗ കരുതും മുന്നിലെല്ലാം തന്നെ പിടിച്ച് കയറ്റി ഇരുത്തൂന്നേ. അപ്പോൾ ഗംഗ മുന്നിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വിനീത് പറയും, അയ്യോ മുന്നിൽ നമ്മുടെ ബേബി ചേട്ടൻ കയറിയിരിക്കട്ടെ. ബേബി ചേട്ടനാണ് പുറത്തൊക്കെ യാത്ര ചെയ്ത് നല്ല ശീലമുള്ള ആളാ, അതുകൊണ്ട് തന്നെ റൂട്ടും വഴിയും ഒക്കെ കറക്റ്റായിട്ട് അറിയാം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഗംഗ ചോദിക്കും, ബേബി ചേട്ടനും വരുന്നുണ്ടോ നമ്മുടെ കൂടെ? പിന്നല്ലാതെ, നമുക്ക് വഴിയൊന്നും അറിയില്ലല്ലോ ഗംഗെ, ബേബി ചേട്ടനും വരുന്നുണ്ട്. അപ്പോൾ സലിമൊക്കെ പറയും, എടാ എന്നെ മാത്രം നീ ഒഴിവാക്കിയല്ലേ, തിരുവനന്തപുരത്ത് നീ ഒരു യാത്ര പോയിട്ട് എന്നെ കൂട്ടാതെ പോകുന്നത് ശരിയായില്ലടാ എന്ന് പറയാം. അതിന് സലിമിക്കനെ ആരാ ഒഴിവാക്കിയത്? അതുകൊണ്ടല്ലേ കട അടച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞത്. സലിമിക്കൻ വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ തിരുവനന്തപുരത്ത്. അത് കേൾക്കുന്ന ഗംഗയ്ക്ക് ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരിക. വേറെ ആരെങ്കിലും വരുന്നുണ്ടോ നമ്മുടെ കൂടെ എന്ന് അപ്പം ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും വിനീത് പറയും, പിന്നെ ഈ വണ്ടിയിൽ വേറെ ആരും ഡ്രൈവ് ചെയ്യാൻ ഇതിൻ്റെ ഉടമസ്ഥൻ സമ്മതിച്ചു തരില്ല, അതുകൊണ്ട് ഇതിൻ്റെ സ്ഥിരം ഡ്രൈവറായിട്ടുള്ളൊരു ചേട്ടനുണ്ട്, അയാളും ഉണ്ട് നമ്മുടെ കൂടെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. എങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് അച്ചമ്മയായിട്ട് എന്തിനാ ഒഴിവാക്കിയത്? അച്ചമ്മയും കൂടി നമുക്ക് കയറ്റായിരുന്നില്ലേ? ഗംഗെ, 3 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഈ വണ്ടിക്ക് ബൈക്കിലുള്ളൂ. നമ്മൾ 3 പേർ ഇപ്പം തന്നെ ആയില്ലേ, ഇനിയിപ്പം രാധമ്മയെ കൂടി കൊണ്ടുവന്ന് എവിടെ ഇരുത്തും? അതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ രാധമ്മയും കൊണ്ടുവന്നേനെ എന്ന് പറയാം. അത് കേൾക്കുന്ന ഗംഗ ആകെ ദേഷ്യത്തോടെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. താൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാ, അതൊക്കെ വെറുതെയാണെന്ന് ഗംഗയ്ക്ക് മനസ്സിലാവുകയാണ്. ഗംഗ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? സലിമൊക്കെ കയറി, ഗംഗയും കയറ് എന്ന് പറയാം. അപ്പോൾ വിനീതും അകത്തേക്ക് കയറി ഇരുന്നതിന് ശേഷം ഗംഗ ഇരിക്കുകയാണ് കേട്ടോ. ആകത്തേക്ക് ഞെരുങ്ങി ഒരു ചെറിയ കാറാണ്, പഴയ ടൈപ്പ്, അതുകൊണ്ട് തന്നെ അതിലാകെ ബുദ്ധിമുട്ടിയായിരിക്കുന്നത്. ഇങ്ങനൊരു യാത്ര, ഇതൊക്കെ ഞാനേ ചെയ്തത് ഗംഗയ്ക്ക് വേണ്ടി എന്ന് ഗംഗയുടെ മനസ്സിലേക്ക് ബേബി ചേട്ടൻ അന്ന് തന്നെ വഴക്കു പറഞ്ഞതും വഴിയിൽ പിടിച്ചു നിർത്തി തന്നെപ്പറ്റി മോശമായിട്ട് സംസാരിച്ചതും ഒക്കെ ഗംഗയുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. അപ്പം ബേബി ചേട്ടൻ പറയും, മോളെ ഗംഗെ, നീ പേടിക്കണ്ട, ഞാനിപ്പോഴേ ധ്യാനമൊക്കെ കൂടി നേരായ വഴിക്ക് സഞ്ചരിക്കുന്ന ഒരു കർത്താവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാടാ, മോള് എന്നെ ഓർത്ത് ഒരു പേടിയും വേണ്ട കേട്ടോ എന്ന് പറയാൻ കേട്ടോ. എങ്കിലും ഗംഗ ആകെ ചിന്തിച്ചിരിക്കുകയാണ്. ഗംഗ കരുതിയത് ആ വണ്ടി വിനീത് മേടിച്ചതാണെന്നും വിനീതും താനും മാത്രമുള്ളൊരു യാത്രയും അതൊക്കെയായിരുന്നു ഗംഗയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതൊക്കെ 8 നില പൊട്ടുക മാത്രമല്ല, വിനീതാണെങ്കിൽ എല്ലാവരെയും പിടിച്ച് വണ്ടിയിൽ കയറ്റിയതൊന്നും ഗംഗയ്ക്ക് തീരെ ഉൾക്കൊള്ളാനായിട്ട്
ഇതേ സമയം നരേന്റെ വീടാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്. നമ്മുടെ കാവേരിയെ കുടുംബത്തെയും ചതിച്ചത് ജയപാലന്റെ കൂടെ നിന്ന് ആ ശിവരാമൻ എന്ന് പറയുന്ന അയാളൂടെയാണല്ലോ. അപ്പൊ അയാളുടെ സംസാരം എല്ലാം കേട്ട നമ്മുടെ നരേന്റെ മുത്തശ്ശൻ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പം ശിവരാമൻ അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ വരുന്ന കാണുന്ന അയാൾ ഫോൺ കട്ട് ചെയ്യും. അയ്യോ, അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ? ഞാൻ കയറി വരുമായിരുന്നല്ലോ. ഓ, അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ ശിവ? നിനക്കല്ലേ തിരക്ക്? ഒരുപാട് പേരുമായിട്ട് പല ബന്ധങ്ങളുള്ള ആളല്ലേ നീ. നിന്നെ പോലല്ലോ ഞാനിവിടെ വെറുതെ ഇരിക്കുമല്ലേ. എന്നാൽ പിന്നെ നിന്നെ റൂമിൽ വന്ന് കണ്ടേക്കാന്ന് ഞാൻ കരുതി എന്ന് പറയാം. അല്ല ശിവ, ആ കുറിഞ്ഞിമലയിൽ നമുക്കൊരു തോട്ടമില്ലേ, ഒരു 5 ഏക്കർ തോട്ടം, അതിൻ്റെ പേപ്പറുകളൊക്കെ എനിക്കൊന്ന് കാണണം. അത് കേൾക്കുന്ന ശിവരാമൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അല്ല, ഇപ്പോഴെന്തിനാ അച്ഛൻ അതൊക്കെ എന്ന് ചോദിക്കുക. ആവശ്യമുണ്ട്. അരവിന്ദൻ എന്ന് പറഞ്ഞ ഒരു പാവം മനുഷ്യൻ അത് മേടിക്കാനായിട്ട് കുറേശ്ശെ കാശ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വെറും കാശല്ല, ആ പാവം മണലാരണ്യത്തിൽ കിടന്ന് രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ കാശ്. അയാളുടെ വിയർപ്പിന്റെ മണം ഉണ്ടായിരുന്നു അയാൾ അയക്കുന്ന ഓരോ തുകയ്ക്കും. ഇപ്പം ആ തോട്ടത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അയാളെ കൊലയ്ക്ക് കൊടുത്ത് ആ കുടുംബത്തെ വഴിയാധാരമാക്കിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അതിന് ശിവരാമന്റെ കൈകളും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ മകളുടെ ജീവിതമോർത്ത് ഒരുപാട് കാര്യങ്ങളിൽ തന്നോട് ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാകില്ല. തനിക്ക് ഞാൻ എഴുതി തന്ന പവർ ഓഫ് അറ്റോണി അത് ഞാൻ ഇപ്പം തന്നെ റദ്ദാക്കുക. എല്ലാം തിരിച്ചെഴുതി തന്നിരിക്കണം എന്ന് പറയാം. അയ്യോ അച്ഛ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും അച്ഛൻ എടുക്കല്ലേ എന്ന് പറഞ്ഞ് ശിവരാമൻ മുത്തശ്ശൻ്റെ കാലിലേക്ക് വീഴുക. ഇത് എന്നെ കൊണ്ട് എടുപ്പിച്ചതാ എന്ന് പറഞ്ഞ് വല്ലാതെ ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ. അത് കാണുമ്പം അയാൾ പറയും, അയ്യോ, നിങ്ങളുടെ ഇളയ മകളെയെങ്കിലും വിചാരിച്ച് എന്നോട് ഈ ചതി ചെയ്യരുത്. എൻ്റെ കയ്യിൽ നിന്നും തിരിച്ച് പവർ ഓഫ് അറ്റോണി മേടിക്കരുത് എന്ന് പറയാം. കുടുംബത്തെ മുഴുവനും അനാഥമാക്കിക്കൊണ്ടുള്ള തൻ്റെ ചതി ഞാൻ അറിഞ്ഞടോ. ദൈവമെന്നുണ്ട്, അതുകൊണ്ടാ താന പറയുന്നത് മുഴുവൻ എനിക്ക് കേൾക്കാൻ പറ്റിയത് എന്ന് പറയാം. പെട്ടെന്ന് കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതുകൊണ്ട് തന്നെ മുത്തശ്ശന് വയ്യാതാകുക. അത് മനസ്സിലാക്കുന്ന ശിവരാമൻ പറയും, എടോ കാർന്നോരെ, താനൊക്കെ ഇത്രയേ ഉള്ളൂ. ഇപ്പം മനസ്സിലായോ തൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥയൊക്കെ? ദേ, തൻ്റെ പുന്നാര മോള് വിളിക്കുന്നുണ്ട്. തനിക്ക് മരുന്നെടുത്ത് കറക്റ്റായിട്ട് ഞാൻ കൊടുത്തോ എന്ന് അറിയാനാ. തനിക്ക് മരുന്ന് നിന്ന് തൻ്റെ അണ്ണാക്കിലേക്ക് ഞാൻ തിരികെ തരുന്നില്ലടോ. താൻ പ്രഷർ കൂടി ചത്തു മലയ്ക്കടോ എന്ന് പറയാം. അപ്പം ഈ സ്ട്രോക്കൊക്കെ വന്ന പോലെ മുത്തശ്ശൻ വല്ലാതെ ബുദ്ധിമുട്ട് കാണിക്കുക. താനീ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്തുകളുണ്ടല്ലോ തൻ്റെ പുന്നാര കൊച്ചുമോനുള്ളത്, അതൊക്കെ എങ്ങനെ എൻ്റെ കയ്യിലേക്ക് എത്തിക്കണമെന്ന് ഈ ശിവരാമന് നന്നായിട്ട് അറിയാം. അതൊക്കെ ഞാൻ നേടിയെടുക്കുകയും ചെയ്യും. താൻ കണ്ടോടോ, തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. തൻ്റെ മകളും തൻ്റെ ഭാര്യ പോലും ഞാൻ പറയുന്നതേ വിശ്വസിക്കുള്ളൂ എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് മുത്തശ്ശനെ ആക്കുന്നതും അയാൾ മുത്തശ്ശനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും ഒക്കെ അയാളെ കൊല്ലാൻ വരെ നോക്കുന്നുണ്ട് കേട്ടോ ശിവരാമൻ. ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ നരൻ അങ്ങോട്ട് വരുന്നത്. നരനാണെങ്കിൽ ശിവരാമനിട്ട് എടുത്തിട്ട് അടിക്കുക. എൻ്റെ മുത്തശ്ശനെ താൻ കൊല്ലാൻ നോക്കുന്നോടോ എന്ന് ചോദിച്ച് നല്ല തെറു തന്നെയാണ് കേട്ടോ വിളിക്കുന്നത്. അയ്യോ മോനെ, നിനക്ക് അബദ്ധം പറ്റിയതാ. ഞാൻ അങ്ങനെ ചെയ്യുവോ? ഞാൻ മുത്തശ്ശൻ എന്താന്ന് വയ്യാതെ വന്നതെന്ന് നോക്കിയതാ മോനെ. മരുന്ന് സമയത്തിന് കഴിച്ചു കാണില്ല, അതുകൊണ്ടാ എന്ന് പറയാം. എടോ ചതിയാ, തൻ്റെ സ്വഭാവമൊക്കെ എനിക്കറിയാവുന്നതുപോലെ ഈ വീട്ടിൽ മറ്റാർക്കും ഇത്ര നന്നായിട്ട് അറിയില്ലല്ലോ. ഇനി ഒരു നിമിഷം താൻ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇപ്പം തന്നെ ഇറങ്ങിക്കോണം എന്ന് പറയാം. യോ നരമോനെ, ചെറിയച്ഛനൊരു അബദ്ധം പറ്റിയതാടാ, ചെറിയച്ഛനോടൊന്ന് ക്ഷമിക്കടാ എന്ന് പറയാണ്. തന്നോട് ഞാൻ ക്ഷമിക്കാടോ, ശരിക്കും ഞാൻ ക്ഷമിച്ച് തരുന്നുണ്ട് എന്ന് പറഞ്ഞ് അയാളെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് കേട്ടോ. പെട്ടെന്നാണ് ഒരു കാറിൽ മുത്തശ്ശിയും ശിവരാമൻ്റെ ഭാര്യയും കൂടി ഇറങ്ങി വരുന്നത്. എന്താ ഇവിടെ ബഹളം എന്ന് ചോദിച്ച് മുത്തശ്ശി വരിക. അത് കാണുന്ന ശിവരാമൻ നല്ലവനായിട്ട് അഭിനയിക്കുക. അതോ ഈ നരന് ഭ്രാന്ത് കയറി നടക്കുകയല്ലേ? പെണ്ണ് ഇട്ടിട്ട് പോയതിന് മറ്റുള്ളവരുടെ മണ്ടയ്ക്ക് കയറിയാൽ എന്തുണ്ടാക്കാനാ? ഇപ്പം തന്നെ അവൻ ഓരോരോ തെറ്റിദ്ധാരണകൾ അവൻ എന്നിട്ട് എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന കണ്ടില്ലേ എന്ന് ശിവരാമൻ അപ്പം പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും നരന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. ഞാൻ തന്നോട് ദേഷ്യത്തെ സംസാരിച്ചത് എന്തിനാടോ എന്ന് ചോദിക്കുക. അതിന് തന്നെ താൻ നിന്റെ ആ പെണ്ണിട്ടിട്ട് പോയത് ഞാൻ കാരണമെന്നുള്ള അബദ്ധം താൻ ചിന്തിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാ മോൻ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറയുന്നത്. അല്ലാതെ ഈ കുടുംബത്തിന് ദോഷം ചെയ്യുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുവോ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ആദ്യം ഭാര്യയോട് ചോദിക്കും. ഞാൻ എന്തെങ്കിലും മോശം പ്രവൃത്തി എൻ്റെ ഭാഗത്തു നിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ അമ്മേ എന്ന് ചോദിക്കാം. ദേ നീ എന്താ മോനെ ഈ കാണിക്കുന്നത് എന്നും പറഞ്ഞ് നരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ മുത്തശ്ശി. ഇവൻ എന്ത് തെറ്റ് ചെയ്തെന്നാ എന്ന് അപ്പം ചോദിക്കുക. പക്ഷെ മുത്തശ്ശിയെ വേദനിപ്പിക്കുന്നതെന്ന് കരുതി നരൻ പിന്നെ കൂടുതലൊന്നും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നരൻ്റെ ചെറിയമ്മ അടുത്തേക്ക് ചെല്ലുക. എന്താ മോനെ, എന്താ ഉണ്ടായത്? മോൻ്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാകും. ഈ കാര്യത്തിൽ ശിവരാമേട്ടൻ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് ആ സ്ത്രീയും പറയാൻ കേട്ടോ.
ഇതോടുകൂടി ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കാണ് കേട്ടോ. എന്തായാലും നമ്മുടെ കാവേരി കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നരേനിലേക്ക് തന്നെ എത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്തുക മാത്രമല്ല, ശിവരാമൻ്റെയും ജയപാലൻ്റെയും ചതിയുടെ കഥ മുഴുവനും കാവേരി നമ്മുടെ നരനെ അറിയിക്കുകയും കാവേരിക്കും കുടുംബത്തിനും അവകാശപ്പെട്ട ആ 5 ഏക്കർ തോട്ടം കാവേരിക്ക് തന്നെ തിരിച്ചു കിട്ടുന്നതും ഒക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി കാവേരിയും നരനുമൊക്കെ ഒരുമിച്ചായിരിക്കും നമ്മുടെ ജയപാലനിട്ട് 8ൻ്റെ പണികൾ കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ അതിഗംഭീരമായ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. ആരും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും